എന്തായാലും ഇതിന് എത്ര രൂപയായി ടോട്ടൽ കോസ്റ്റ് എല്ലാം കൂടി? കോസ്റ്റ് അതായത് 14 രൂപ പെയിന്റിങ്, ലൈൻ വരച്ച് സെപ്പറേറ്റ് ആണ്, അത് ഞാൻ പറയുന്നില്ല, കസ്റ്റമർ കൊണ്ടുപോയതാണ്. എന്തായാലും 15 രൂപ കൂട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് 15 രൂപ ഞാൻ പണിക്കൂലി മേടിച്ച്, അത് കണ്ടീഷൻ അതായതുകൊണ്ടാണ് 30. അപ്പൊ തന്നെ 30 ആയി. പിന്നെ അറൗണ്ട് ഒരു 90 രൂപ അടുപ്പിച്ച് സ്പെയർ ആയി. 120 സ്പെയർ, പെയിന്റിങ്, പണിക്കൂലി അത്ര തന്നെ 120. അപ്പോൾ 120 നമ്മളൊക്കെ ഇതേപോലെ പുതുപുത്തൻ നിങ്ങളിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു വണ്ടി ഇതേ ഇപ്പോൾ ഈ ഒരു കോളത്തിൽ എത്തിയിട്ടുള്ളതാണ്. നമുക്ക് ഒരു കാരണവശാലും വേറെ വണ്ടി റീസെയിൽ ചെയ്യുമ്പോൾ ഇത്രയും പൈസ ആവത്തില്ല. അത്രേ ഉള്ളൂ. നമുക്ക് നോർമലി ഒരു 60, 65, 70 അതിൽ 50 നിൽക്കുന്ന വണ്ടികളും ഉണ്ട്. പിന്നെ ഒന്നുമേ ഇല്ല. അതെ, എല്ലാം ടാങ്ക് സീറ്റ് ഉൾപ്പെടെ. നമ്മള് വീഡിയോ ചെയ്യുന്നതിൽ ഏറ്റവും കോസ്റ്റ് വന്ന വണ്ടി അല്ലേ? കാര്യം ഇതില് പറഞ്ഞില്ല, ഓൾറെഡി എഞ്ചിനും 2 വീൽസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഒന്നേന്ന് സാധനങ്ങൾ മേടിച്ച ഒരു വണ്ടി ഉണ്ടാക്കി എടുത്തതാണ്. അപ്പൊ അതുകൊണ്ടാണ് അത്രയും കോസ്റ്റ് വന്നത്. ഞാൻ 10,000 രൂപയാണ് ലേബർ മേടിക്കുന്നത്. മെനക്കെടുത്തോണ്ടാണ് 5,000 അല്ല, അത് ഫസ്റ്റ് പറഞ്ഞായിരുന്നു. അല്ല, ആദ്യത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞു മുതലാവൂല. അത്രേ ഉള്ളൂ. ഇത് 2 വർഷത്തിൽ കൂടുതലായിട്ട് എന്റെ വർക്ക്ഷോപ്പിൽ ഇരുന്ന വണ്ടിയാണ്. ഇത്ര നാൾ എന്റെ വർക്ക്ഷോപ്പിൽ ഉണ്ട്. കൊടുക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. കാരണം അവിടെ ഈ വരുന്ന എല്ലാവരും ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം, ഇത് എന്തിനാണ് ചെയ്യുന്നത്, ഇത് എന്തിനാണെന്ന് ചോദിക്കും. പലതവണ സ്ക്രാപ്പ് എടുക്കാൻ ആൾക്കാർ വന്നപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ വണ്ടി ഇവിടെ തരുമെന്ന്. കാര്യം ആ കണ്ടീഷൻ ആയിരുന്നു. എന്നൊന്ന് ആലോചിക്കണം, ഈ എഞ്ചിന് ഒരു പ്രശ്നമില്ല. അത് ഈ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയാണ്. 90% വണ്ടികളാണെങ്കിലും ഇതിനകത്ത് എഞ്ചിൻ ബെയറിംഗ് എല്ലാം പോയി ഹമ്മിങ് വന്നന്. പിന്നെ ഓയിലും കാര്യങ്ങളും എഞ്ചിനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട്. പിന്നെ കസ്റ്റമർ ലക്കും, ഇല്ലെങ്കിൽ അവരെ പൈസ പോകത്തില്ലേ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. 120 അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ടോട്ടൽ കോസ്റ്റ് ആയിരിക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും നിങ്ങൾ നമ്മുടെ ചാനലിലൂടെ കാണുന്നതാണ്. ഉറപ്പായിട്ടും ബുള്ളറ്റുമായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇനി അതല്ല റീസ്റ്റോറേഷൻ്റെ സംശയങ്ങൾക്കൊക്കെ തന്നെ ഷിജിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കുറേ കൂട്ടുകാർ ആക്ച്വലി എനിക്ക് DM ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ ഷിജിൻ്റെ നമ്പർ ഞാൻ ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.